ഇപ്പോൾ തിരുവനന്തപുരത്ത് വി.എസ്. അച്യുതാനന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം സഹോദരന്മാരെ, സഖാക്കളെ, നമ്മുടെ രാജ്യമാകെ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയിലാണ് ഇന്നത്തെ ഈ സമരത്തിന് ആധാരമായിട്ടുള്ളത്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് രാജ്യത്തെ സാമ്പത്തിക മേഖലയാകെ സ്തംഭിച്ചിരിക്കുകയാണ്. ഇത് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതം തകിടം മറിച്ചിരിക്കുകയാണ്. വേണ്ടത്ര ദീർഘവീക്ഷണമില്ലാതെ പ്രധാനമന്ത്രി മോഡി കാട്ടിയ ഈ ചെപ്പടി വിദ്യയുടെ ഫലമായി നമ്മുടെ സാമൂഹ്യ ജീവിതമാകെ വിറങ്ങലിച്ചു നിൽക്കുകയെന്ന സ്ഥിതിയാണ്. ഇത് നമ്മുടെ സഹകരണ മേഖലയെയും ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു സമരത്തിൽ അണിചേർന്നിട്ടുള്ള നിങ്ങളെ എല്ലാ പേരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള നടപടി എന്ന പേര് പറഞ്ഞാണ് മോഡിയും കൂട്ടരും നോട്ടുകൾ നിരോധിച്ചിരിക്കുന്നത്. എന്നാൽ മോഡിയുടെ വാക്കിന് വല്ല വിലയുമുണ്ടോ? വലിയ വായിൽ പലതും തട്ടിവിടുന്നതല്ലാതെ പറയുന്ന കാര്യത്തിൽ മോദിക്ക് വല്ല ആത്മാർത്ഥതയുമുണ്ടോ? ഓർക്കുന്നില്ലേ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മോഡി ഇന്ത്യക്കാരോട് പറഞ്ഞ വാഗ്ദാനം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനകം വിദേശ രാജ്യങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള ഇന്ത്യക്കാരുടെ കള്ളപ്പണം മുഴുവൻ കണ്ടുകെട്ടിക്കൊണ്ടുവരുമെന്നും അത് ഇന്ത്യയിലെ പൗരന്മാർക്ക് വീതിച്ചു നൽകുമെന്നും അതുവഴി ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ വീതം ലഭിക്കുമെന്നുമാണ് അന്ന് മോഡി പറഞ്ഞത്. ഇപ്പോഴെന്തായി? 100-ന്റെ സ്ഥാനത്ത് ഇപ്പോൾ 1000 ദിവസമാകാൻ പോകുന്നു മോഡി അധികാരത്തിൽ വന്നിട്ട്. നിങ്ങൾക്കൊക്കെ അക്കൗണ്ടിൽ എത്ര രൂപ കിട്ടി? മോഡി എന്താണ് ചെയ്തത്? അധികാരത്തിൽ വന്ന ഉടനെ മോഡി വിദേശത്തേക്ക് പറക്കുകയായിരുന്നു, രാജ്യമാകെ ചുറ്റിയടിക്കുകയായിരുന്നു. അന്ന് ഞാൻ മോഡിയെപ്പറ്റി പറഞ്ഞ പറഞ്ഞു, നമ്മുടെ പ്രധാനമന്ത്രി ആളൊരു ഉലകം ചുറ്റും വാലിബനാണ് എന്ന്. ആ പേര് അദ്ദേഹത്തിന് ഇപ്പോഴും മുറ തെറ്റാതെ അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും നോക്കുക, ഇന്ത്യയിലെ കോടിക്കണക്കിന് സാധാരണക്കാരുടെ വയറ്റത്തടിച്ച് നോട്ട് നിരോധിച്ച് ഉടനെ മോഡി പറന്നു ജപ്പാനിലേക്ക്. മോഡി എവിടെ പോയി? കുശാലായി ചാപ്പാടടിക്കുന്നു, പാട്ടുപാടി രസിക്കുന്നു, കുഴലൂതുന്നു, ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ ജോറായി രസിച്ച് നടക്കുകയാണ്. ഇവിടെയോ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് മിച്ചം വച്ച പണമാണ് സാധാരണക്കാരുടെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അത് വാങ്ങാനുള്ള പണി പോലും ചെയ്യാൻ കഴിയാതെ ബാങ്കുകൾക്ക് മുമ്പിൽ ക്യൂ നിന്ന് ജീവിതം നരകിക്കുകയാണ്. ഇപ്പോൾ പണം പിൻവലിക്കുന്നവരെ മുഴുവൻ ചാപ്പ കുത്താനാണ് മോഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ മനുഷ്യരെ മുഴുവൻ കള്ളന്മാരാക്കുകയല്ലേ മോഡി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചാപ്പ കുത്താൻ ചിലവഴിക്കുന്ന സമയവും അധ്വാനവും കൊണ്ട് ആവശ്യമുള്ള പണം ബാങ്കുകളിൽ എത്തിക്കാവുന്നതല്ലേ? എന്തേ അത് ചെയ്യാതെ ഇത്തരം ദുഷ്ടബുദ്ധി കാട്ടി ജനങ്ങളെ ദ്രോഹിക്കുന്നു മോഡി? പാപം, അദ്ദേഹത്തിന്റെ അമ്മയുടെ കയ്യിൽ വരെ ചാപ്പ കുത്തിയില്ലേ? 95 വയസ്സ് കഴിഞ്ഞ ആ അമ്മയുടെ ശാപത്തിൽ നിന്ന് മോഡിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഏതായാലും ചാപ്പ കുത്തുന്ന ഒരു പ്രധാനമന്ത്രിയെ ലോകത്തിന് സമ്മാനിക്കാൻ ബി.ജെ.പിക്കാർക്ക് കഴിഞ്ഞു എന്നത്
അവർക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. മോഡിക്ക് വേണ്ടപ്പെട്ടവരെ മുഴുവൻ രഹസ്യമായി അറിയിച്ചതിന് ശേഷം ആണ് നോട്ട് നിരോധിച്ചതെന്ന് വാർത്തകളുണ്ട്. മോഡിയുടെ അനുയായിയായ ഒരു വിദ്വാൻ കർണാടകത്തിൽ 500 കോടി രൂപ മുടക്കി കല്യാണം നടത്തുന്ന വാർത്ത കണ്ടില്ലേ? അയാൾക്ക് എന്തേ ആ നോട്ട് നിരോധനം പ്രശ്നമാകുന്നില്ല? അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലാക്കിയില്ലേ? മോദി പറയുന്നത് നോട്ട് നിരോധനത്തിന്റെ പേരിൽ തന്നെ വേണമെങ്കിൽ തൂക്കിലേറ്റു എന്നാണ്. എന്നിട്ട് അട്ടഹസിക്കുന്നു, ഇടയ്ക്ക് കരയുന്നു, കണ്ണീർ വാർത്തുന്നു, ചിലപ്പോൾ പൊട്ടിക്കരയുന്നു, മറ്റു ചിലപ്പോൾ ആളുകളെ താണുവീണ് വഴങ്ങാവം. ആ അദ്വാനിയെപ്പോലും താണു വണങ്ങി മോഡി കുപ്പിയിലാക്കിയില്ലേ? നഷ്ടം ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് മോഡിയെ തൂക്കിലേറ്റുകയല്ല വേണ്ടത്. പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നവരെ അയക്കുന്ന ചില സ്ഥലങ്ങളില്ലേ, അങ്ങോട്ട് അയക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ 8 ദിവസമായി തുടരുന്ന നോട്ട് നിരോധനം മൂലം സഹകരണ മേഖലയാകെ സ്തംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലുള്ള 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപം തകർക്കാനാണ് മോഡിയുടെ നീക്കം. ഇതിന്റെ ഭാഗമായി നേരത്തെ പല റെയ്ഡുകളും നടക്കുകയുണ്ടായി. നമ്മുടെ കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന സാമാന്യ ജനവിഭാഗത്തിന്റെ ദൈനംദിന ജീവിതത്തിലെ അത്താണിയാണ് പ്രൈമറി ബാങ്കുകൾ. അത് സ്തംഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ജീവിതം തന്നെ തകർക്കുക എന്നാണ് അർത്ഥം. ഇതിനനുവദിച്ചുകൂടാ. അതിന്റെ ഭാഗമായാണ് ഇതുപോലുള്ള പ്രതിഷേധം നാടാകെ അലയടിക്കുന്നത്. ജനകീയ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിച്ച് ഭരണാധികാരികൾ ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വീണുപോയ കാര്യം മറക്കരുത്. അതുകൊണ്ട് ചെപ്പടി വിദ്യകൾ അവസാനിപ്പിച്ച് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് അവസാനിപ്പിക്കാൻ മോദിയും റിസർവ് ബാങ്കും തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്തായാലും ദീർഘവീക്ഷണമില്ലാതെ മോദി ചെയ്ത ചെപ്പടി വിദ്യ അത് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെയാണ് തകിടം മറിച്ചിരിക്കുന്നതെന്ന് VS അച്യുതാനന്ദൻ. മോഡിയുടെ വാക്കിന് വിലയില്ലെന്നും വലിയ വായിൽ പലതും തട്ടിവിടുന്നതല്ലാതെ ഒരു ആത്മാർത്ഥതയും ചെയ്യുന്ന ഒരു നടപടിക്കുമില്ല എന്നുമാണ് VS അച്യുതാനന്ദൻ ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച ഭരണാധികാരികൾ ഒടുവിൽ വന്നെത്തിയത് ചവറ്റുകുട്ടയിലാണെന്ന കാര്യം മറക്കരുതെന്ന് ഉള്ള ഒരു സന്ദേശം കൂടി VS നൽകുന്നു.